സിൽവർ സ്റ്റോം കേരള കൈറ്റ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്നോ സ്റ്റോം കേരളാസ് ഓൺലി സ്നോ പാർക്ക്. അതിരപ്പള്ളിക്ക് പോകുന്നുള്ളൂ, സ്നോയിൽ കളിക്കാം. ഇൻ അസോസിയേഷൻ വിത്ത് LIC. जिंदगी के साथ भी जिंदगी के बाद भी. നമസ്കാരം. മുംബൈ മലയാളി വിശേഷങ്ങളുമായി കേരള കൈറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കേരള കൈറ്റ്സ് എത്തുന്നത് മുംബൈ മലയാളിയും വിദ്യാർത്ഥിനിയുമായ സിദ്ധിജയുടെ വിശേഷങ്ങളുമായാണ്. മുംബൈയിൽ HSC പരീക്ഷാഫലം അറിഞ്ഞിരിക്കുന്ന സമയമാണിപ്പോൾ. മുംബൈ മലയാളികൾക്ക് അഭിമാനമായിരിക്കുന്ന സിദ്ധിജ രമേശിന്റെ വിശേഷങ്ങൾ അറിയാൻ കേരള കൈറ്റ്സ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നമസ്കാരം. എന്തായാലും ഞങ്ങൾ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അമ്മയ്ക്ക് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഹലോ സിദ്ധിജ, നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ എന്തായാലും HSC പരീക്ഷയിൽ 89% മാർക്കോടെ പാസ്സായ സിദ്ധിജയുടെ ഒപ്പമാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്കും സിദ്ധിജയെ പോലെ തന്നെ അതിലും കൂടുതൽ അഭിമാനമുണ്ട്. ഇപ്പം ജീവിതം പഠിപ്പിക്കുന്ന ഒരു വീടുണ്ട് താനെ റബോഡിയിൽ. വീട്ടുകാരായ വടകര സ്വദേശിയായ രമേശ്, ഭാര്യ ലത എന്നിവരുടെ വീട്. ഇരുൾ മൂടിയ ജീവിതത്തിലെ സന്തോഷകരമായ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ. ഇവരുടെ മകൾ സിദ്ധിജ 89% മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കുന്നു. സിദ്ധിജയ്ക്ക് കണ്ണു കാണില്ല, ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നുമില്ല. വൈകല്യം മറന്ന് മറ്റു കുട്ടികളോടൊപ്പം ക്ലാസ്സിലിരുന്ന് കേട്ടുപഠിക്കുന്നു. അധ്യാപകരുടെ ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് വീട്ടിലെത്തി ആവർത്തിച്ച് കേൾക്കുന്നു. ഒടുവിൽ മറ്റൊരാളുടെ സഹായത്തോടെ പഠിച്ചത് പറഞ്ഞെഴുതിച്ച് സിദ്ധിജ വലിയ വിജയം കൊയ്തു. പാട്ടിലും നൃത്തത്തിലും സിദ്ധിജ താരം തന്നെയാണ്. പല വേദികളിലും ഈ പ്രതിഭ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മുളുണ്ട് കോളേജ് ഓഫ് കൊമേഴ്സ് വിദ്യാർത്ഥിനിയായ സിദ്ധിജയ്ക്ക് 1.5 വയസ്സ് മുതലാണ് കാഴ്ചക്കുറവ് കണ്ടു തുടങ്ങിയത്. SSC ബോർഡ് പരീക്ഷ ആയപ്പോഴേക്കും കാഴ്ച തീരെ കുറഞ്ഞു. റെറ്റിന പിഗ്മെന്റേഷൻ 98% ബാധിച്ച സിദ്ധിജ അമ്മ ലതയുടെ കണ്ണുകളിലൂടെയാണ് ഇപ്പോൾ ലോകത്തെ കാണുന്നത്. സിദ്ധിജയുടെ അനിയനാണിത്, 12 വയസ്സുള്ള ആദിത്യരാജ്. കുഞ്ഞായിരിക്കുമ്പോൾ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ അണുബാധയെ തുടർന്ന് ശരീരം തളർന്ന അവസ്ഥയിലാണ്. തലച്ചോറിലെ തകരാറ് മൂലം വളർച്ച ബാധിക്കാത്ത അവസ്ഥ. തൻ്റെ വിജയത്തെക്കുറിച്ച് സിദ്ധിജ വാചാലയാകുന്നു. അപ്പോൾ എന്നാലും സിദ്ധിജ, എന്തൊക്കെയാണ് ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാട്ടെ? HSCയിൽ 89% കിട്ടിയതിന് എനിക്ക് സന്തോഷമുണ്ട്. അതിനൊപ്പം ഒരു ചെറിയ വിഷമമുണ്ട്. ഞാൻ 90 പ്രതീക്ഷിച്ചതാ, പക്ഷേ 1% പോയി. അപ്പം എനിക്കെന്താ തോന്നുന്നത്, ഇപ്പം ബ്ലൈൻഡിന് വേണ്ടി ചെയ്യുന്ന ഒരു കറക്ഷൻ ചെക്കിംഗ് ഉണ്ടല്ലോ, അതുപോലെയല്ല ഒരു നോർമൽ കുട്ടിക്ക് എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ അവർ കറക്ഷൻ ചെക്കിംഗ് ഒക്കെ ചെയ്തത്. പക്ഷേ ചിലർ പറയും ഇങ്ങനെ ബ്ലൈൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്ര മാർക്ക് കിട്ടിയത്, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ അത് സെയിം ചെക്കിംഗ് തന്നെയാണ്, അതുകൊണ്ടൊരു ചെറിയ വിഷമമുണ്ട്. ഈ 2 കുട്ടികളുടെയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അമ്മ ലതയാണ്. ഇരുവരുടെയും ദിനചര്യകളാണ് ലതയുടെയും. ജീവിതം വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോഴും പ്രതീക്ഷകൾ കൈവിടാതെ തളരാതെ പുതിയ ജീവിത പാഠമാകുന്നു ഈ വീട്ടമ്മ. അപ്പം ഇതാണ് നമ്മുടെ അഭിമാനമായ സിദ്ധിജയുടെ അമ്മ. സിദ്ധിജയുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയായി എന്നും കൂടെ ഉണ്ടായിരുന്ന
ഒരു അമ്മയാണ്. ലത എന്നാണ് അമ്മയുടെ പേര്. അപ്പം ആൻറ്റിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സിദ്ധിജ എന്ന് പറഞ്ഞാൽ അവളുടെ അഭിമാനത്തിലെന്ന് പറഞ്ഞാൽ അവൾ ഇത്രയും പെർസെൻറ്റേജ് മാർക്ക് വാങ്ങിയത് അവൾക്ക് ഒരു ട്യൂഷൻ്റെ ഗൈഡോ ഒന്നും ഇല്ലാതെ അവൾ ഇത്രയും നല്ല മാർക്ക് വാങ്ങിയത് അവളുടെ ഒരു എഫേർട്ട് കൊണ്ട്. കൂടുതൽ അവൾ ചെയ്ത ഹാർഡ് വർക്കിങ്, ഒരുപാട് ഹാർഡ് വർക്കിങ് ചെയ്തിട്ടുണ്ട്. കേൾക്കാനും പഠിപ്പിക്കുക. അവൾക്ക് എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ടൈം അവൾ ഉണ്ടാക്കി തരും. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് അവൾ ടൈം ഉണ്ടാക്കി തരും, പഠിപ്പിക്കാനും എല്ലാം ചെയ്തു തരാൻ. അപ്പോൾ അവൾ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ച മാർക്ക് എനിക്ക് 89% എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് 90 കിട്ടാത്തപ്പോൾ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 89, 100 മേലെ എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്രയും നല്ലൊരു വിജയം അവളെ വാങ്ങിച്ചത്. സ്വകാര്യ കമ്പനിയിലെ ചെറിയ ജോലിയിൽ നിന്നും ഭർത്താവിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്നു. ആശുപത്രി ചെലവുകൾക്കും മറ്റുമായി ഒന്നും തികയുന്നില്ല. പ്രതിസന്ധികൾ അതിജീവിക്കുന്ന ലതയ്ക്ക് മകളുടെ വിജയത്തിൽ ഏറെ പറയാനുണ്ട്. സിദ്ധിജിക്ക് താഴെ, അതായത് ഇളയൊരു അനിയനുണ്ടല്ലോ, ആദിത്യ, അവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവനെ സാധാരണ കുട്ടികളെ പോലെയല്ല. ഇവൾക്ക് കാണാത്തൊരു കുഴപ്പമേ ഉള്ളൂ. പക്ഷേ മോനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എഴുന്നേൽക്കാനും പറ്റില്ല. സ്വന്തമായിട്ട് ശരിക്കും അവനൊരു 12 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷേ അവനൊരു 4 വയസ്സിൻ്റെ കുട്ടിയുടെ പോലും ബുദ്ധിയില്ലാതെ, നമ്മളൊരു 1.5 വയസ്സിൻ്റെ കുട്ടിയുടെ ബുദ്ധി അവനുള്ളൂ. കാരണം ഒന്നും തന്നെ ചെയ്യത്തില്ല. നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. ഭക്ഷണം കൊടുക്കാനും അവൻ്റെ ഡെയിലി റുട്ടീൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും. പിന്നെ ചെറുപ്പത്തിൽ അവന് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ ആയതായിരുന്നു. അണുബാധ വന്നതിന് ശേഷം അവൻ്റെ ഓരോരോ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഇമ്പ്രൂവ്മെൻ്റ് അല്ല കാണുന്നത്, കുറച്ച് താഴോട്ടാണ് കാണുന്നത്. എല്ലാ കുട്ടികളും ചെയ്യുന്ന പോലെ 1.5 വയസ്സിൽ എഴുന്നേറ്റ് ആദ്യം 6 മാസം വരെ അവൾക്ക് അതിന് കുഴപ്പമില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും 1.5 വയസ്സ് വരെ അവന് കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് ചെയ്യുന്നു. 1.5 വയസ്സിൽ അവന് ഫിറ്റ്സ് വരാൻ തുടങ്ങിയപ്പോൾ, അപസ്മാരം വരാൻ തുടങ്ങുമ്പോൾ അവന് ഓരോ ഇമ്പ്രൂവ്മെൻറ്റും താണ് എല്ലാ കുട്ടികളെ പോലെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നില്ല, നടക്കാനും ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ 3 വയസ്സായപ്പോൾ ഡോക്ടർ താനയിലെ ആത്മ എന്ന സംഘടന ഈ കുട്ടികളുടെ ചികിത്സയ്ക്കായി പലവട്ടം സഹായം തേടിയിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ചികിത്സയ്ക്ക് ആവശ്യമായ ഭീമമായ തുക എന്നതിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇനിയും കൂടുതൽ സഹായങ്ങൾ ഇവർക്ക് ആവശ്യമെന്ന് ആത്മ ജനറൽ സെക്രട്ടറി ശശികുമാർ എം നായർ പറയുന്നു. പിന്നെ സിദ്ധിജയുടെ ഈ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയത്തില്ല, ഒരു ഗോൾഡ് മെഡൽ മേടിച്ച ആ ഗോൾഡ് മെഡലിനെക്കാട്ടിലും തിളക്കമുണ്ട്. ആ റാങ്ക് മേടിച്ച കുട്ടികളിനെക്കാട്ടിലും വാല്യുവേഷൻ ഉണ്ട്. കാരണം കുട്ടി പഠിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കുകയാണ്, അല്ലാതെ എഴുതി പഠിക്കുകയൊന്നുമല്ല. കേട്ട് പഠിച്ചിട്ട് അത് വേറൊരാളോട് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഒരു കുട്ടി ഭിന്നശേഷിയുള്ള ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമപരമായ ആനുകൂല്യങ്ങളും പരിരക്ഷകളും ഉറപ്പുവരുത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തുമെന്ന് സാമൂഹ്യ പ്രവർത്തകയും നിയമജ്ഞയുമായ അഡ്വക്കേറ്റ് പ്രേമ മേനോൻ പറയുന്നു. സിദ്ധിജ അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ, സിദ്ധിജയ്ക്ക് വേണ്ടി എഴുതിയ കുട്ടിക്ക് അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാനോ വേണ്ട വിധത്തിൽ പകർത്താനോ സാധിച്ചില്ല എന്നുള്ള അല്ലാതെ റിപ്പീറ്റഡ് ആയിട്ട് ആ കുട്ടിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലൊരു കോമ്പിറ്റൻസി ഇല്ലാത്തൊരു കുട്ടി അങ്ങനെ അതേപോലെ സിദ്ധിജ പോലുള്ള കുട്ടികൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ റിസൾട്ടിനെ അത് ബാധിക്കും. അത് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് പറയാനുള്ള ഒരു അവസരം, ഒരു ഫോറം വേണം. ആ ഫോറം ഇപ്പോൾ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനാണ് സിദ്ധിജ എന്ന ബഹുമുഖ പ്രതിഭയുടെ ആഗ്രഹം. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ കണ്ണിന് വെളിച്ചം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. മകളുടെ ജീവിത വിജയ പടവുകളിൽ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും ഈ അമ്മയും ആദിയിലാണ്. കുട്ടികളുടെ ഭാവിയും അതിനുള്ള സാഹചര്യങ്ങളും എല്ലാം ദൈവത്തിലർപ്പിക്കുന്നു. ഇത്രയും മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. മറുനാട്ടിലെ മലയാളികളുടെ വീടുകൾക്ക് പറയാൻ ഒത്തിരി വിശേഷങ്ങളുണ്ട്. അതിൽ ഒരു വീട് മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത്. മലയാളികൾ കൂട്ടായി പ്രവർത്തിച്ചാൽ ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. സിദ്ധിജയുടെ പ്രാരാബ്ധ കഥകൾ കേട്ട് അടുത്ത ചാനൽ മാറ്റുന്നത് വരെയുള്ള കാരുണ്യമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരിട്ട് ചെന്ന് ആ കുടുംബത്തെ അറിയണം, സഹായിക്കണം. കേരള കൈറ്റ്സിൽ ഇനിയൊരിടവേള.